അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, യൂണിറ്റ് 4 അൽ മസ്റഹിയ്യത്തു ഫിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിലെ മസ്റഹിയയെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ അധ്യായത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മസ്റഹിയ എന്ന് പറഞ്ഞാൽ ഡ്രാമ. ഓക്കെ, അപ്പോൾ അൽ മസ്റഹിയ്യത്തു ഫന്നും മിൻ ഫുനൂനിൽ അദബ്. സാഹിത്യ കലകളിലെ ഒരു കലയാണ് മസ്റഹിയ. വഹിയ ജിൻസുൻ അദബിയുൻ ഖയാലിയുൻ. ഇതൊരു ഭാവനാത്മകമായ സാഹിത്യ വിഭാഗമാണ്, ഇനമാണ്, ജിൻസാണ്. യഅ്തമിദു അല തജ്സീദി വ തഖ്ദീമി അൽ മുബാഷർ. ഇത് അവലംബിക്കുന്നത് ഒന്ന് തജ്സീദിലാണ്. തജ്സീദാണ് എംബോഡിമെൻറ്റ്, അതിൻ്റെ രൂപം നൽകുക, ഘടന നൽകുക, ജിസ്മു നൽകുക എന്ന് പറയാം. വ തഖ്ദീം അൽ മുബാഷർ, മറ്റൊന്ന് ഡയറക്റ്റായിട്ടുള്ള അതിൻ്റെ അവതരണം, തംസീൽ അല്ലെങ്കിൽ ചിത്രീകരണം എന്ന് പറയാം. വദാലിക ബി അക്സിൽ മൽഹമ വൽ റിവായ വൽ ഖിസ്സ അൽ ഖസ്വീറ. അങ്ങനെ വരുമ്പോൾ മസ്റഹിയ എന്നുള്ളത് മൽഹമ, റിവായ, ഖിസ്സ, ഖസ്വീറ ഇവയ്ക്കെല്ലാം എതിരായി നിൽക്കുന്ന സംഗതിയാണ്. മൽഹമ എന്ന് പറഞ്ഞാൽ വീരകഥകളും ഐതിഹ്യങ്ങളും ആ രൂപത്തിലുള്ള കഥകളൊക്കെ മൽഹമയിലാണ് വരിക. റിവായ എന്ന് പറഞ്ഞാൽ നോവൽ, ഖിസ്സ, ഖസ്വീറ ഷോർട്ട് സ്റ്റോറീസ്, അതിനൊക്കെ വിരുദ്ധമാണ്. അല്ലത്തി തഅ്തമിദു അല സർദ്. കാരണം ഈ പറയപ്പെട്ട മൂന്നെണ്ണവും അവലംബിക്കുന്നത് തഅ്തമിദു അല അവലംബിക്കുന്നത് സർദിലാണ്, ആഖ്യാന രീതിയാണ്. ഹൈസു യഖൂമുൽ മുമസ്സിലൂന ബിതസ്വീരി മവാഖിഫ ഇൻസാനിയ മുഖ്തലിഫ. അങ്ങനെ വരുമ്പോൾ മസ്റഹിയ എന്നുള്ളത് ഹൈസു യഖൂമുൽ മുമസ്സിലൂൻ, അവിടെ മുമസ്സിലുകൾ നിർവഹിക്കുന്നു, മുമസ്സിലർ അഭിനേതാക്കൾ, അവർ നിർവഹിക്കുന്നു ബിതസ്വീരി മവാഖിഫ, സന്ദർഭങ്ങളെ ചിത്രീകരിക്കാൻ. തസ്വീർ ചിത്രീകരിക്കുക, മവാഖിഫ് സന്ദർഭങ്ങൾ. ഏത് സന്ദർഭം? ഇൻസാനിയ, മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മാനുഷിക അവസ്ഥകളെ, മുഖ്തലിഫ വ്യത്യസ്തമായ, അല ഖഷ്ബത്തിൽ മസ്റഹ് വേദിയിലെ സ്റ്റേജിൽ നിന്നുകൊണ്ട്. ഖഷ്ബത്തുൽ മസ്റഹാണ് സ്റ്റേജ്, ഖഷ്ബറ മരത്തടിയാണ്. അപ്പോൾ സ്റ്റേജ് കെട്ടിയുണ്ടാക്കുന്ന ആ സ്റ്റേജാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റേജിൽ അവർ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളെ അവർ ചിത്രീകരിക്കുന്നു, അഭിനയിക്കുന്നു. അത് അമാമൽ ജംഹൂർ, ജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട്. മുഅ്തമിദീന ഫിൽ ഗാലിബി, അധിക സന്ദർഭങ്ങളിലും അവൾ അവലംബിക്കുക അലാ നസ്സിൻ മക്തൂബിൻ, വെറുതെ വന്ന് അഭിനയിക്കല്ല, ഒരു രേഖപ്പെടുത്തപ്പെട്ട ടെക്സ്റ്റിനെ അവലംബിച്ചുകൊണ്ടാണ് അത് നിർവഹിക്കുക. വബിമുസാഇദത്തി മഖ്റജ്, വബിമുസാഇദത്തി മുഖ്രിജിൻ്റെ സഹായത്തോടെ, മുഖ്രിജിൻ്റെ ഡയറക്ടർ, അപ്പോൾ ഡയറക്ടറുടെ സഹായത്തോടെ എഴുതപ്പെട്ട ടെക്സ്റ്റിനെ അവലംബിച്ചുകൊണ്ടാണ് അവർ ഈ രൂപത്തിൽ അഭിനയം നിർവഹിക്കുക. വമാ വസലത്ത് ഫന്നുൽ മസ്റഹിയ ഇലൽ അദബിൽ അറബി ഇല്ലാ മുതഅഖിറ. അറബി സാഹിത്യത്തിലേക്ക് മസ്റഹിയ കടന്നു വരുന്നത് വൈകിക്കൊണ്ടാണ്. മുതഅഖിറ വൈകി, പിന്തിയിട്ടാണ്. വലക്കിന്നഹ ലഹറത്ത് വസ്ദഹറത്ത് സരീഅൻ. അങ്ങനെയൊക്കെയാണെങ്കിലും അത് അറബി സാഹിത്യത്തിലും ഉണ്ടായിത്തീർന്നു. ലഹറത്ത് രംഗത്ത് വന്നു, പിന്നെ വസ്ദഹറത്ത് സരീഅൻ വളരെ വേഗത്തിൽ അത് പ്രശോഭിതമായി. വഷഹിദൽ ആലമുൽ അറബി അൻവാഇൻ ഷത്ത മിനൽ മസ്റഹിയ. അറബ് ലോകം വ്യത്യസ്തങ്ങളായ മസ്റഹിയകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഷത്ത വൈവിധ്യമായ. മസ്റഹിയ ദിഹിനിയ, മസ്റഹിയ ഷിഅരിയ, അതിൽപ്പെട്ടതാണ് ദിഹിന് ബുദ്ധിപരമായ ചില മസ്റഹിയകൾ. അപ്പോൾ ബുദ്ധിക്ക് സ്ഥാനം കൊടുക്കുന്ന രൂപത്തിലുള്ള അങ്ങനത്തെ മസ്റഹിയകളും, മസ്റഹിയ ഷിഅരിയ, ചിലത് ഷിഅരിയായിട്ട് കവിത രൂപത്തിലുള്ള മസ്റഹിയകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ടാവും. വജാഅ ഉദബാ ഉൽ അറബ്, അറബ് സാഹിത്യകാരന്മാർ രംഗത്ത് വന്നു. ഏതുപോലെയൊക്കെ തൗഫീഖുൽ ഹക്കീം, വ അഹ്മദ് ഷൗഖി, യാക്കൂബ് സന്നൂഇ, ഈ പറയപ്പെട്ടവരൊക്കെ ഫിസ്വഫിൽ അവൽ മിനൽ മസ്റഹിയീൻ അൽ മഷ്ഹൂരീന ഫിൽ ആലം, ലോകത്ത് മസ്റഹിയാക്കളിൽ പ്രസിദ്ധരായിക്കൊണ്ട് തന്നെ ഒന്നാം നിരയിൽ ഈ അറബി സാഹിത്യകാരന്മാർ പിന്നീട് എത്തിച്ചേരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഡിസ്കഷൻ്റെ പാട്ടിൽ വരുമ്പോൾ നഷ്അത്തു ഫന്നിൽ മസ്റഹിയ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലെ ഫന്നുൽ മസ്റഹിയുടെ വളർച്ചയെക്കുറിച്ചാണ്. അൽ മസ്റഹിയ ഹിയ ജിൻസുൻ അദബിയുൻ, ഒരു സാഹിത്യ രൂപമാണ്. യർവി ഖിസ്സത്തൻ മിൻ ഖിലാലി ഹദീസി ശഖ്സിയാതിഹ വ അഫ്ആലിഹ. അതെന്ത് ചെയ്യുന്ന ആ സാഹിത്യ ഇനം, അവ ഒരു കഥയെ അവതരിപ്പിക്കും. യർവി ഖിസ്സ, ഒരു കഥയെ റിപ്പോർട്ട് ചെയ്യും, അവതരിപ്പിക്കും. എങ്ങനെ അവതരിപ്പിക്കുക? മിൻ ഖിലാലി ഹദീസി ശഖ്സിയാതിഹ വ അഫ്ആലിഹിം, ആ ഡ്രാമയിലുള്ള ക്യാരക്ടറുകളുടെ സംസാരത്തിലൂടെ, അവരുടെ ചെയ്തികളിലൂടെ ഒരു കഥയെ അവതരിപ്പിക്കും. വതദൂറു ഫുസൂലുഹ അല ഖഷ്ബത്തിൽ മസ്റഹി അമാമൽ ജംഹൂർ. ഈ കഥയുടെ രൂപങ്ങൾ, ഇതിൻ്റെ ഘട്ടങ്ങൾ, ഫുസൂലുകൾ, അതിൻ്റെ രംഗങ്ങളൊക്കെ ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് മുന്നിൽ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് അവ നടന്നു പോവുക. വഹുന വജബ തഫ്രീഖ് ബൈനൽ മസ്റഹിയ വൽ മസ്റഹ്. ഇങ്ങനെ പറയുമ്പോൾ എന്താണ് മസ്റഹിയ എന്നും എന്താണ് മസ്റഹ് എന്നും അത് വേർതിരിച്ച് മനസ്സിലാക്കൽ നിർബന്ധമായ കാര്യമാണ്. ഒരു വേർതിരിക്കൽ നിർബന്ധമാണ്.
ഫൽ മസ്രഹിയ, മസ്രഹിയ എന്ന് പറഞ്ഞാൽ നഅനി ബിഹ, നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്നസ്വൽ മസ്രഹിൽ ഖാബിൽ ലിഅയ്യുമസ്സൽ. ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ സാഹിത്യ ചർച്ചകളിൽ മസ്രഹിയ എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുക അന്നസ്വൽ മസ്രഹി. എന്താണ്? മസ്രഹിയുടെ ടെക്സ്റ്റാണ് ഉദ്ദേശിക്കുക, അതിൻ്റെ കണ്ടൻ്റാണ് ഉദ്ദേശിക്കുക. അതാവട്ടെ ഖാബിൽ ലി അയ്യുമസ്സൽ, അത് അവതരിപ്പിക്കാൻ അഭിനയിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള ടെക്സ്റ്റ്. വനഅനി ബിൽ മസ്രഹ്, ഇനി വെറും മസ്രഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുക അന്നസ്വൽ മസ്രഹി മുമസ്സലൻ അലാ ഖഷ്ബത്തിഹി, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റേജിൽ വേദിയിൽ അഭിനയിക്കപ്പെട്ട മസ്രഹുകൾക്കാണ്. അങ്ങനത്തെ മസ്രഹുൻ നസ്സാണ്. ആ ഒരു തരത്തിലുള്ള നസ്സാണ് നമ്മൾ എന്ത് ചെയ്യാം, മസ്രഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുക. മഅറൂദൻ അലാ ജംഹൂരിഹി, ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വേദിയിൽ വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന പ്രസൻറ്റ് ചെയ്ത ടെക്സ്റ്റുകൾ, അതിനാണ് മസ്രഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വേർതിരിവ് മനസ്സിലാക്കണമെന്ന് അവിടെ പറയുന്നു. ലം യഅരിഫ് അൽ അദബുൽ അറബി മുൻദുൽ ഖദീം ഇലാ മുൻതസിഫിൽ ഖർനി താസിഅ അശറ ഫന്നൽ മസ്രഹിയ്യ. അറബി സാഹിത്യത്തിൽ പൗരാണിക കാലം മുതൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരേക്കും എന്തില്ല, മസ്രഹിയ എന്ന കലയെക്കുറിച്ച് പരിചയമില്ല, അറബി സാഹിത്യത്തിന് പരിചയമില്ല. വല ഫന്ന തംസീൽ, ചിത്രീകരണം എന്ന കലക്കും പരിചയമില്ല. വസബബു ദാലിക റാജിഉൻ ഇലാ മജ്മൂഅത്തിൻ മിനൽ അവാമിൽ, അതിൻ്റെ കാരണം വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് അത് അങ്ങനെ ഇല്ലാതെ പോയത്. അബ്രസുഹ, അതിൽ ഏറ്റവും പ്രധാനമായ കാരണം ഒന്ന് അൽ ആമിലുദ്ദീനി, മതപരമായ ഒരു എലമെൻ്റാണ്, കാരണമാണ്. തഊദു ബിദായാത്തു നഷ്അത്തി ഫന്നിൽ മസ്രഹിയ്യ ഇലാ ഉസൂലിൻ ഇഗ്രീഖിയ്യത്തിൻ വ റുമാനിയത്തിൻ. അങ്ങനെ വരുമ്പോൾ എന്താണ് മതപരമായ കാരണം ചർച്ച ചെയ്യാണ്. മസ്രഹിയ്യ എന്ന കലയുടെ വളർച്ചയുടെ ആരംഭം ചെന്നെത്തുന്നത് അത് ഗ്രീക്ക് റോമൻ അടിസ്ഥാനം, അവരുടെ തുടക്കത്തിലേക്കാണ്, അല്ലെങ്കിൽ അവരുടെ അടിത്തറയിലേക്കാണ് ഇതിൻ്റെ ആരംഭം ചെന്നെത്തുന്നത്, ലോകാടിസ്ഥാനത്തിൽ തന്നെ. ഹൈസു കാന തുഖാമു തുഖൂസുൻ വസനീയത്തുൻ യുതഖറബു ബിഹാ ഇലാ ആലിഹതിഹിം. കാരണം ഗ്രീക്ക് റോമൻ മതങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ചരിത്രങ്ങളിൽ കാണാൻ പറ്റും, അവിടെ തുഖാമു തൊക്കൂസുൻ അവർ ചില ചര്യകൾ നടപ്പിലാക്കിയിരുന്നു. തൊക്കൂസുൻ വസനീയ, ചില ബിംബാരാധനയുടെ ഭാഗമായിട്ടുള്ള ചില പ്രക്രിയകൾ, ഉത്സവങ്ങൾ പോലത്തെയൊക്കെ. യുതഖറബു ബിഹ, അതിലൂടെ അവർ സാമീപ്യം ആഗ്രഹിക്കുകയാണ് ഇല ആലിഹത്തിഹിം, അവർ ആരാധിക്കുന്ന ദൈവങ്ങളിലേക്ക്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ചില തൊക്കൂസുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്, ചില മസ്രഹികളും അവിടെ ഉണ്ടായിട്ടുണ്ട്. വതകൂനു ഹാദിഹി തൊക്കൂസ്, ഈ തൊക്കൂസുകളായിരുന്നു, ഈ ആരാധനയുടെ ക്രമങ്ങളായിരുന്നു അലാ ശക്ലി ഗിനാഇൻ വ റഖ്സിൻ, അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ചില പാട്ടുകളാണ്, ചില നൃത്തങ്ങളാണ്, റഖ്സാണ്. വമഅ മജീഇൽ ഇസ്ലാം, എന്ന ഇസ്ലാമിൻ്റെ വരവോടുകൂടെ അല്ലദി ഹറമ ശിർക വൽ വസനിയ്യ, ബിംബാരാധനയും ഷിർഖിനെയും എല്ലാം നിരോധിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ വരവുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ലം യഉദ് ലിഹാദൽ ഫന്ന മിൻ ളുഹൂർ, അതുകൊണ്ട് തന്നെ ഈ ഒരു കലാരൂപം രംഗത്ത് വരുന്നതിന് ഇസ്ലാം അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ആമിലുൽ ഫന്നി, കലാപരമായ കാരണങ്ങൾ കൊണ്ടും വളർച്ച ഉണ്ടായിട്ടില്ല. എന്താണ്? കാനൽ അറബു, അറബികളായിരുന്നു യൽതസിമു ബിവഹ്ദത്തിൽ വസ്നി വൽ ഖാഫിയ ഫി ശിഅരി, കവിതയിലെ വസ്ന് ഖാഫിയ അതിൻ്റെ ഐക്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏകീകരണത്തിലായിരുന്നു നിർബന്ധം ചെലുത്തിയിരുന്നത്. അത് ഒരു കവിത അവതരിപ്പിക്കുകയാണെങ്കിൽ എന്ത് വേണം, അതിന് വസ്ന് വേണം, ഖാഫിയ വേണം, വൃത്തം വേണം, പ്രാസം വേണം, ഇത് നിർബന്ധമാണ് എന്ന നിർബന്ധം പിടിക്കുന്നവരായിരുന്നു അറബികൾ. വഹാദാ ലാ യുലാഇമുൽ മസ്രഹിയാത്ത് അല്ലത്തി തഖ്തളി അൻ തകൂന മുതവ്വല തഖ്തലിഫു അബിയാതുഹാ ഫിൽ വസ്നി വൽ ഖാഫിയ ബഅലൻ അൻ ബഅലിൻ. ഇതാവട്ടെ മസ്രഹിയകൾക്ക് അനുയോജ്യവുമല്ല, ഡ്രാമകൾ അവതരിപ്പിക്കുന്ന കവിതകളാവട്ടെ പാട്ടുകളാവട്ടെ അവർക്ക് അനുയോജ്യവുമല്ല. അവിടെയാകട്ടെ വ്യത്യസ്തങ്ങളായ വരികളായിരിക്കും, അതോടൊപ്പം തന്നെ അവ വസ്ന് ഖാഫിയ ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലാണ് ആ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കേണ്ടി വരിക. എന്നാൽ അത് ഒരിക്കലും അറബികൾക്ക് കവിതാ രംഗത്ത് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കലാപരമായ കാരണങ്ങൾ കൊണ്ടും അവിടെ മസ്രഹിയ രംഗത്ത് വരുന്നില്ല. അടുത്ത തതവ്വുറുൽ മസ്രഹിയ വഅശ്ഹറു ഖുത്താബിഹ ഫിൽ അസ്റിൽ ഹദീസ്, മസ്രഹിയുടെ വളർച്ചയും ആധുനിക കാലഘട്ടത്തിലെ അതിലെ പ്രഗത്ഭരായ എഴുത്തുകാരും. കാന ലുബ്നാനു അവ്വല ബലദിൻ ഫതഹ ബാബൻ മിനൽ മസ്രഹിയത്തി ഇലാ ആലമിൽ അദബിൽ അറബി കലൗനിൻ അദബിയ്യിൻ. ഒരു സാഹിത്യ കല എന്ന രീതിയിൽ അറബ് ലോകത്ത് മസ്രഹയുടെ കവാടം തുറന്ന ആദ്യത്തെ രാജ്യം ലുബ്നാനാണ് എന്ന് നമുക്ക് പറയാം. വകാന ഇഹ്തികാഖു ലുബ്നാൻ ബിൽ ഗർബി സബബ ളുഹൂരിൽ മസ്രഹിൽ അറബി, ലബ്നാൻകാർക്ക് പാശ്ചാത്യരുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഇങ്ങനെ അറബ് സാഹിത്യത്തിൽ മസ്രഹിയ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്. കാന മാറൂൻ അൻ നിഖാഷ് അബുൽ മസ്രഹിൽ അറബി
അബുൽ മസ്രഹിൽ അറബ് എന്നറിയപ്പെടുന്ന അറേബ്യൻ മസ്രഹിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മാറൂൻ നിഖാഷ് ആയിരുന്നു അവ്വല മൻ ഖതറ ലഹു ഇദ്ഖാല ഫന്നി തംസീലിൽ മസ്രഹി ഫിൽ ആലമിൽ അറബി. അറബ് ലോകത്തിലേക്ക് മസ്രഹിയയുടെ ചിത്രീകരണ കലയെ ആദ്യമായി കൊണ്ടുവന്ന അതിനുവേണ്ടി മുന്നോട്ട് വന്ന വ്യക്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇഷ്തഗല ബി തിജാറ വ തോഫ മുദന ഷാം. അദ്ദേഹം ഒരു ബിസിനസ് മാനായിരുന്നു, കച്ചവടത്തിൽ വ്യാപൃതനായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാമിൻ്റെ പട്ടണങ്ങളിലൂടെ അദ്ദേഹം കറങ്ങി നടന്നു. വഹാദറ ഇലൽ ഇസ്കന്ദറിയ ഫി സന 1846 മീലാദിയ. 1846 അലക്സാണ്ട്രിയയിലേക്ക് അദ്ദേഹം വന്നു. വസാർ അൽ ഖാഹിറ, കൈറോ സന്ദർശിച്ചു. സുമ്മ സാഫറ ഇല ഇത്വാലിയ, അങ്ങനെ പിന്നീട് ഇറ്റലിയിലേക്കെത്തി. ഫഅദ്ഹഷഹു മസാരിഹുഹാ വമാ യുമസ്സലു ഫീഹാ മിന റിവായാത്ത്. അവിടെയുള്ള മസ്രഹകൾ കണ്ടിട്ട്, അവിടുത്തെ നാടകവേദികൾ കണ്ട് അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. അവിടെ നടക്കുന്ന ആ നാടകവേദികളിൽ അവതരിപ്പിക്കപ്പെടുന്ന റിവായകൾ, നോവലുകൾ അല്ലെങ്കിൽ കഥകൾ കണ്ടിട്ടും അദ്ദേഹം അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഫലമ്മ ആദ ഇല ബൈറൂത്ത്, അങ്ങനെ ബൈറൂത്തിലേക്ക് അദ്ദേഹം മടങ്ങി വന്നപ്പോൾ അല്ലഫ ഫിർഖതൻ മസ്രഹിയ്യതൻ മിൻ അസ്ദിഖാഇഹി, തൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ അതിൽ അദ്ദേഹം എന്ത് ചെയ്തു? വദറബഹും അലാ തംസീലി റിവായത്തി അൽ ബഖീൽ. അൽ ബഖീൽ എന്ന കഥ അവതരിപ്പിക്കാൻ അവരെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുകയും ചെയ്തു. ഫലമ്മ അത്ഖനൂഹ, അവർ അതിൽ കൃത്യതയോടുകൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ദഅ ഇലാ ഹുദൂരിഹ അൽ ഖനാസിൽ വൽ അഅയാൻ ഫി മൻസിലിഹി, തൻ്റെ വീട്ടിലേക്ക് തൻ്റെ എല്ലാ കൂട്ടുകാരെല്ലാവരെയും അവിടെ വിളിച്ചു വരുത്തുകയാണ്. ആ വീട് എവിടെയാണ്? ബിഷാരി അൽ മഅറൂഫ് ബിസ്മിഹി ഫി ഹയ്യിൽ അൽ ജമീസ ബി ബൈറൂത്ത് സന 1848 മിലാദിയ. അത് 1848 ബൈറൂത്തിലെ ഹയ്യിൽ ജമീസയിലുള്ള അറിയപ്പെടുന്ന അവിടെ ആ ഒരു സ്ട്രീറ്റിൽ, അങ്ങനെ അറിയപ്പെടുന്ന സ്ട്രീറ്റിൽ തൻ്റെ വീടുണ്ട്. ആ വീട്ടിലേക്കാണ് ഇവരെല്ലാവരും വിളിച്ചു വരുന്നത്. വഫീസൻ 1850 മിലാദിയ മസല റിവായ ഹാറൂൺ റഷീദ് അൽ മഅറൂഫ് ബിസ്മി അബുൽ ഹസൻ അൽ മുഖഫൽ. 1850 ഹാറൂൺ റഷീദ് എന്ന ആ ഒരു റിവായയും ഡ്രാമയായിട്ട് അവതരിപ്പിക്കപ്പെട്ടു. അത് പിന്നീട് അറിയപ്പെട്ടത് അൽ മഅറൂഫ് ബിസ്മി അബുൽ ഹസൻ അൽ മുഖഫൽ എന്ന പേരിലാണ് ആ ഡ്രാമ അറിയപ്പെട്ടത്. വകാന ഹാദിറൂഹാ നുഖ്ബത്തുൻ മിനൽ വുജഹാഇ വ അഹ്ലുൽ ഫദ്ലി മിനൽ വതനിയ്യീന വൽ അജാനിബ്. ഈ ഡ്രാമ കാണാൻ വേണ്ടി അവിടുത്തെ പ്രമുഖരായ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. നുഖ്ബത്തും മിനൽ വുജഹ, നുഖ്ബ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ പ്രമാണിമാരുണ്ട്. അഹ്ലുൽ ഫദ്ൽ ഏറ്റവും പ്രഗത്ഭരുണ്ട്. ഇവിടുത്തെ മിനൽ വതനിയ്യീൻ സ്വദേശികളായിട്ടുള്ള, വൽ അജാനിബ് വിദേശികളായിട്ടുള്ള. വഖദ് ശജ്ജഅഹുൽ ജമീഉ വഅസ്നൗ അലാ ഹിമ്മതിഹി, എല്ലാവരും അദ്ദേഹത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെ അവർ പുകഴ്ത്തി. ഫറഅ അയ്യൻഷഅ മസ്റഹൻ ഖാസൻ ഇലാ ജാനിബി ബൈത്തിഹി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വേദി തന്നെ നിർമ്മിച്ചു. ഫതമ്മ ലഹു ദാലിക ബി ഫർമാൻ സുൽത്താനി, അത് നിർമ്മിച്ചു കൊടുത്താരാണ്? അന്നത്തെ സുൽത്താനായിട്ടുള്ള വ്യക്തിയാണ്, ഫർമാൻ സുൽത്താനാണ് അത് പൂർത്തിയാക്കിയത്. അമിമ്മൻ ആവനൂഹു ഫി തംസീൽ, അന്ന് അദ്ദേഹത്തെ തംസീലിന് വേണ്ടി, ചിത്രീകരണത്തിന് വേണ്ടി സഹായിച്ചവരാണ് ബഷാറ മർസ വഖദ്റ അൽ ലുബ്നാനി വഹബീബ് മസ്ക് വഅബ്ദുള്ള ഖമീദ് വനഖൂല നഖാഷ് വസഈദുള്ള അൽ ബുസ്താനി. ഇവരൊക്കെ അദ്ദേഹത്തെ തംസീലിന് വേണ്ടി സഹായിച്ചവരാണ്. തൂഫിയ മാറൂൻ നിഖാഷ് സന 1855 മിലാദിയ, 1855 മാറൂൻ നിഖാഷ് വഫാത്താവുകയും ചെയ്തു. വമിൻ അഹദി റുവാദിൽ മസ്രഹിയ്യത്തി ഫി തിൽക്കൽ വഖ്ത് സലീമുൻ നിഖാഷ്, അന്നത്തെ മസ്രഹിയയിലെ പ്രമുഖരിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, ആ മേഖലയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് സലീമുൻ നിഖാഷ്. അല്ലദീ ഉലിദ ഫി ലുബ്നാനിലാണ് അദ്ദേഹം ജനിച്ചത്. വദറസ ഫി ബൈറൂത്തിൽ അദ്ദേഹം പഠിച്ചു. അൽ ഫറൻസിയ വൽ ഇതാലിയ, ഫ്രഞ്ചും ഇറ്റലിയും പഠിച്ചു. വകാന അവ്വലു അമലിൻ ലഹു ഫി മസ്ലഹത്തി റുസൂമിൽ ജുംറുക്കിയ്യ ഫി ബൈറൂത്ത്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ബൈറൂത്തിലെ കസ്റ്റംസ് ഓഫീസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. വക്കാലത്ത് ലഹു ഇസ്ഹാമാത്തുഹു ഫി സിഹാഫ അൽ ലുബ്നാനിയ, ലുബ്നാൻ പത്രപ്രവർത്തന മേഖലകളിൽ അദ്ദേഹത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വഅമല മുബക്കിറൻ അലാ തഅസീസി ഫിർഖത്തിൻ മസ്രഹിയ്യ, അദ്ദേഹം മസ്രഹിയ്യ ട്രൂപ്പ്, ആ ഗ്രൂപ്പിനെ സ്ഥാപിക്കുന്നതിൽ ഒന്നാമതായി പ്രവർത്തിച്ച വ്യക്തികളിൽപ്പെട്ട ഒരാളാണ്. ബി മുആവനത്തി സ്വദീഖിഹി, തൻ്റെ ഫ്രണ്ടായ അദീബ് ഇസ്ഹാഖ്, അതേപോലെ അൽ അദീബ് വൽ മുതർജിം വസ്സഹ്ഫി അസ്സൂരി അല്ലദീ ആശ ഫി ലുബ്നാൻ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ അദീബ് ഇസ്ഹാഖ് അൽ അദീബ്, അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടെ. അദ്ദേഹം ഒരു മുതർജിമു കൂടിയാണ്, സുഹ്ഫിയാണ്, സിറിയക്കാരനാണ്. അല്ലദീ ആശ ഫി ലുബ്നാൻ, ലുബ്നാൻ ജീവിക്കുകയായിരുന്നു. വശാറക നിഖാഷ
ഫി തഹരീർ ജരീദത്ത് തഖദ്ദും എന്ന പത്രം അതിൻ്റെ എഡിറ്റോറിയൽ പ്രവർത്തനത്തിൽ നിഖാഷുമായിട്ട് അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. ഫവളഅ സലീം നിഖാഷ് സ്ഥാപിച്ചു വഹുവ ഇബ്നു ഉഖ്തി മാറൂൻ നിഖാഷിൻ്റെ സഹോദരി പുത്രന് കൂടിയാണ്. സലാസ മസ്രഹിയാറ്റിൻ 3 മസ്രഹികൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മസ്രഹിയുടെ പേര് മയ്യി, ആയിദ, അദ്ദുലൂം, ദഅജ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ മസ്രഹിയകളാണ്. وقامت في دمشق نهضة أخرى من المسرح على يد الشيخ أحمد أبي خليل القباني. ഇതേ സമയം ദമസ്കസിൽ മറ്റൊരു മസ്രഹിയ നവോത്ഥാനം ഉണ്ടായിത്തീരുന്നത് കാണാൻ സാധിക്കും. അത് അഷേഖ് അഹമ്മദ് അബി ഖലീൽ ഖബ്ബാനിയുടെ കരങ്ങളിലൂടെയാണ്. വക്കാലത്ത് ഇലീഫുഹു അദ്ദേഹത്തിൻ്റെ രചനകളായിരുന്നു അല ഹദ്ദി ഖൗലി ഖലീൽ മുത്രാൻ്റെ വാചകം കടമെടുത്താൽ അദ്ദേഹത്തിൻ്റെ വാചക പ്രകാരം ഖലീതൻ മിൻ ഹസ്ലിൻ വജിദ്ദിൻ, അത് തമാശയും കാര്യവും കൂടിക്കലർന്നായിരുന്നു. പിന്നെ വകലാമിൻ വഗിനാഇൻ, സംസാരമുണ്ട്, പാട്ടുണ്ട്. യുഅറഫു ഇൻദൽ ഇഫ്രഞ്ച് ബിൽ ഓബ്രീറ്റ്, ഫ്രഞ്ചുകാരടുക്കലുള്ള സംഗീത നാടക നൃത്തം എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തെ പോലെ. വഅബ്ദഅ ദർബൻ ഹദീസൻ യുസമ്മിഹിൽ ഗർബിയ്യുന ബാലിയ, ഗർബികാർ ബാലിയ എന്ന് പേര് വിളിക്കുന്ന ഒരു പുതിയ ഇനമാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത്. വസ്മുഹു അദ്നാൻ വസ്മുഹു ഇൻദന റഖ്സുസ് സമാ, നമ്മുടെ അടുക്കൽ അതിൻ്റെ പേര് റഖ്സുസ് സമാ എന്നാണ്. അപ്പോൾ ഒരു രീതി അത് വ്യത്യസ്ത ആളുകളുടെ അടുക്കൽ, യൂറോപ്യൻസിൻ്റെ അടുക്കൽ വ്യത്യസ്ത പേരിൽ അറിയപ്പെടുന്നു. ആ രൂപത്തിലൊരു രീതിയാണ് അദ്ദേഹം ദമസ്കിൽ അല്ലെങ്കിൽ ഡമസ്കസിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. بعد ذلك أصبحت مصر قابلة يحج إليها المؤلفون والممثلون. بعد ذلك أصبحت مصر قبلة يحج إليها المؤلفون والممثلون. പിന്നീട് ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രം ഈജിപ്തായി മാറുകയാണ്, ഖിബിലയായി മാറുകയാണ്. അവിടേക്ക് എഴുത്തുകാരും അഭിനേതാക്കളും എല്ലാം യാത്ര പോകുന്ന ഹജ്ജിനെ പോലെ ലക്ഷ്യം വെക്കുന്ന ഇടമായി മാറി. ഹൈസു വജദു ഫീഹ മൈദാനൻ ഖസ്ബ, അവിടെ അവർ വലിയ സമ്പന്നമായ ഒരു മേഖല തന്നെ അവർ കണ്ടെത്തി. ലി അഫ്കാരിഹിം വ മസ്രഹിയാത്തിഹിം, അവരുടെ ചിന്തകൾക്കും അവരുടെ മസ്രഹിയകൾക്കും. വഖദ് അൻശഅ അൽ ഖിദിയു ഇസ്മായിൽ അൽ ഓപ്പറ അൽ മലിക്കിയ, അവിടെ ഖിദിയു ഇസ്മായിൽ അവിടെ ഒരു ഒപ്പേറ തന്നെ എന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുത്തു. ഫജമഅ സലീം നിഖാഷ് മിൻ ബൈറൂത്ത് ജമാഅത്തൻ ലിത്തംസീൽ, ആ സമയം സലീം നിഖാഷ് ബൈറൂത്തിൽ നിന്ന് ഒരു കൂട്ടം അഭിനേതാക്കളെ അവിടേക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടി. വഖസ്ദ മിസ്ര സന 1876 മിലാദിയ, 1876 ഈജിപ്തിലേക്ക് ലക്ഷ്യം വെച്ച് പോയി. വകാല ഫിർഖത്തിഹി തഅ്സീറുൻ കബീറുൻ അൽ ജമാഹീർ, അദ്ദേഹത്തിൻ്റെ ടീമും അവിടെ അവതരിപ്പിച്ച നാടകത്തിന് വലിയ സ്വാധീനമാണ് ലഭിച്ചിട്ടുള്ളത്. വഖദ് അറഫ അൽ മസ്റഹു ഫി മിസ്ര സൗലാത്തിൻ വജൗലാത്തിൻ, ഈജിപ്തിലുള്ള മസ്രഹിയ അല്ലെങ്കിൽ നാടകങ്ങൾ അവക്ക് വലിയ മുന്നേറ്റങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അറഫത് താറത്തൻ ജമൂദൻ വതദുഹൂറൻ ഫി ഖീമത്തിഹിൽ ഫന്നിയ, ചില ഘട്ടങ്ങളിലാവട്ടെ അതിൻ്റെ കലാപരമായ മൂല്യം നോക്കുമ്പോൾ തകർച്ചയുടെ ഒക്കിലും എത്തിയിട്ടുണ്ട്. വതഅല്ലുഖൻ വതമയ്യുസൻ താറത്തൻ ഉഖറ, മറ്റു ചില ഘട്ടങ്ങളിൽ അവ അത്യുന്നതമായ വ്യതിരിക്തമായി തീരുന്നതും കാണാൻ പറ്റും. വലം യസിൽ ഇലാ ദർജത്തി ذات قيمة في التأليف إلا مع الشاعر أحمد شوقي صاحب مسرحيتي മസ്രഹ് ക്ലിയോപേട്ര, മജ്നൂൻ ലൈല വഗൈരിഹിമ. എന്നാൽ ആ മേഖലയിലെ രചനയിൽ ഉന്നതമായ പദവിയിലേക്ക് എത്തുന്നത് അത് കവിയായ അഹ്മദ് ഷൗക്കിയുടെ രചനകളോടുകൂടിയാണ്. 2 മസ്രഹിയ, ഒന്ന് മസ്രഹ് ക്ലിയോപേട്രയും മജ്നൂൻ ലൈല എന്നുള്ളതും അതല്ലാത്തതും, ആ രചനകളിലൂടെയാണ് അതിൻ്റെ ഉന്നതിയിലേക്ക് പിന്നീട് എത്തുന്നത് കാണാൻ പറ്റുന്നത്. അമ്മ ഫി ലുബ്നാൻ, ലബ്നാൻ എടുത്താൽ ഫഖദൽ അൽ മസ്രഹ് യസീറു അലാ തുരീഖത്തി തർജമ വൽ ഇഖ്തിബാസ് വത്തഖ്ലീദ്, ഈ സമയമൊക്കെയും ലുബ്നാനിലെ മസ്രഹിയ മുന്നോട്ട് പോകുന്നത് അത് ട്രാൻസ്ലേഷൻ്റെ, അതേപോലെ ഇഖ്തിബാസ്, കോട്ടിങ്സിൻ്റെ, തഖ്ലീദ്, അനുകരണത്തിൻ്റെ വഴികളിലൂടെയാണ്. വഅലാ തുരീഖി തൗജീഹി നഹ്വൽ, ചില നിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയിലൂടെയുമാണ്. ഏതുപോലെ നഹ്വൽ മസൽ അൽ ഖൗമിയ, ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, വൽ ബുതൂലാത്തുർ റഫീഅ, ഉയർന്ന ഹീറോകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, വതഅമീഖ് അശ്ശുഊർ അദ്ദീനി, മതപരമായ മൂല്യങ്ങളെ, ഷുഊർ, ഫീലിങ്സുകളെ ആഴത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക്, അങ്ങനെ ചില മാർഗദർശനം കൊടുക്കുന്ന രൂപത്തിലേക്കും ലുബ്നാനിലെ മസ്രഹിയകൾ എത്തിയിട്ടുണ്ട്. വമഅ ഇൻതിഹാഇൽ ഹർബിൽ ആലമിയ്യൽ ഊല, 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമാപനത്തോടുകൂടെ, അവസാനത്തോടുകൂടെ, ഇത്തഖദ തവജ്ജുഹുൽ അദബി അൽ മസ്രഹി ത്വരീഖൻ ജദീദൻ, ഈ നിലക്കുള്ള സാഹിത്യ മേഖലയിലെ ഡ്രാമ എന്നുള്ള ഈ ഒരു ട്രെൻഡ് അതൊരു പുതിയ വഴി സ്വീകരിച്ചു. നഹ്വൽ വാഖിഇയ്യ അൽ ഇജ്തിമാഇയ്യ, സാമൂഹിക റിയലിസത്തിൻ്റെ വഴി.
വവദഅ മിഖായിൽ നുഐമ മസ്രഹിയ അൽ ആബാ വൽ ബനൂൻ. ആ സമയത്താണ് മിഖായിൽ നുഐമ തൻ്റെ മസ്രഹിയ അവതരിപ്പിക്കുന്നത്, ആബാ വൽ ബനൂൻ എന്നുള്ള. വഫി സന 1935 ميلادية ظهر سعيد عقل بمسرحيته الشعرية بنت يفتاح എന്ന മസ്രഹിയ 1935 സഈദ് അഖ്ലും അവതരിപ്പിച്ചു. വദറജ ഫീഹ അല ഉസ്ലൂബി ഖുദാമ അൽ യുനാൻ വഅല ഉസ്ലൂബി അൽ ഫറൻസിയീൻ അൽ ക്ലാസിക്കി. ഫ്രഞ്ചിലെ ക്ലാസിക് ശൈലിയും അതേപോലെ ഗ്രീക്കിലെ പൗരാണിക ശൈലിയും അവയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. വഹാക്കദ സാർ അൽ മസ്റഹുൽ അറബി മിൻ തൗരിൻ തഅരീബി വൽ ഇഖ്തിബാസ് വത്തഖ്ലീദ്. ഇങ്ങനെ നോക്കുമ്പോൾ അറേബ്യൻ മസ്റഹിയ അത് അറബിവൽക്കരണത്തിൻ്റെയും കോട്ടിങ്സിൻ്റെയും അതോടൊപ്പം തന്നെ അനുകരണത്തിൻ്റെയും ഘട്ടങ്ങൾ താണ്ടിക്കടന്നു. ഇലാ തൗരിൽ മുഹാവലാത്ത്, മറ്റു പല ശ്രമകരമായ മുന്നേറ്റങ്ങളിലേക്ക്. ഇലാ തൗരിൽ വാഖഇയ്യ അൽ ഇജ്തിമാഇയ്യ, സോഷ്യൽ റിയലിസം, അതേപോലെ ഇലാ തൗരിൽ ഇത്തിജാഹിൽ ക്ലാസിക്കൽ ട്രെൻഡ്, ഈ മേഖല, ഇതിലേക്കൊക്കെ അവർ വളർന്നു വരുന്ന കാഴ്ചയാണ് പിന്നീട് അവിടെ കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത റുവാദുൽ മസ്റഹിൽ അറബി മസ്റഹിയിലെ ലീഡേഴ്സ് ആരൊക്കെ? ഒന്ന് മാറുൻ നിഖാഷ്, അദ്ദേഹം 1817 മുതൽ 1855 വരെ. ഹുവ താജിറുൻ ലുബ്നാനിയുൻ, അദ്ദേഹം ലുബ്നാൻ ബിസിനസ്മാനാണ്. കാന മിൻ റുവാദി ഫന്നുൽ മസ്റഹിയിലെ ലീഡറാണ്. വുലിദ ഫി സ്വൈദ ബി ലുബ്നാനിലെ സ്വൈദയിലാണ് ജനനം. വഖല സനവാത്തിന ഇദ്ദ ഫി ഇത്വാലിയ, എണ്ണമറ്റ വർഷങ്ങൾ ഇറ്റലിയിൽ കഴിച്ചുകൂട്ടി. ഹൈസുക്തശഫ ഹാദൽ ഫന്നൽ ജദീദ് വശഖഫ ബിഹി, അവിടെ വെച്ചാണ് അദ്ദേഹം ഈ ഒരു കലാരീതി കണ്ടെത്തിയത്, ഇതിനോട് താല്പര്യമുണ്ടായത്. ഫലമ്മ ആദ ഇല ലബ്നാനിലേക്ക് മടങ്ങി വന്നപ്പോൾ തർജമ ബിത്തസറുഫി മസ്റഹിയത്തി മുള്ളിർ അഷ്ഷഹീറ, പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ മസ്റഹിയ മുള്ളിർ അഷ്ഷഹീറ എന്ന പ്രസിദ്ധമായ ആ ഒരു ഡ്രാമ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു, ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട്. തഹ്ത ഉൻവാൻ, ഒരു ഹെഡിങ് കൊടുത്തു, അല്ലെങ്കിൽ ടൈറ്റിൽ എന്ത് കൊടുത്തു? അൽ ബഖീൽ എന്ന പേരിൽ 1848. ഫാറദത്തുൽ മസ്റഹിയ അല ഖഷ്ബത്തിൻ അഖാമഹ ബിമൻസിലിഹി, തൻ്റെ വീട്ടിലുണ്ടാക്കിയ ഒരു വേദിയിലാണ്, സ്റ്റേജിലാണ് ഇത് അദ്ദേഹം അവതരിപ്പിച്ചത്. വക്കാനൽ മുമസ്സിലൂന റിജാല മിൻ അഹ്ലിഹി, തൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവ അഭിനയിച്ചിട്ടുള്ളത്. ലം തബ്ദ നിസാഉ ഫി തംസീൽ ഇല്ലാ ഫി വഖ്തിൻ ലാഹിഖ്, അന്ന് സ്ത്രീകൾ അഭിനയ രംഗത്ത് വരാറുണ്ടായിരുന്നില്ല, അത് അടുത്ത കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. വഹഖഖ ബിഹാദിഹിൽ മുബാദറ, ഈ ഒരു മുന്നേറ്റത്തിലൂടെ യാഥാർത്ഥ്യമായി ബഅദ നജാഹ്, ചില വിജയങ്ങളൊക്കെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായി. വസമഹത ലഹു സൽത്താത്തുൽ ഉസ്മാനിയ, ഒട്ടോമിയൻ ഭരണാധികാരികൾ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. ബിബിനാഇ ഖാഅത്തി മസ്റഹിൻ ഹഖീഖിയ, യഥാർത്ഥത്തിലുള്ള ഒരു ഡ്രാമ തിയേറ്റർ തന്നെ പണിയാനുള്ള അനുവാദം അവർ കൊടുത്തു. അമീൻ മസ്റഹിയാത്തിഹി, അദ്ദേഹത്തിൻ്റെ മസ്റഹികളാണ്. മസ്റഹിയത്തുൽ ബഖീൽ അത് 1848 വഹി തർജമ ബി തസറുഫിൻ ലി മസ്റഹിയത്ത് മുള്ളിർ അഷ്ഷഹീറ എന്ന മസ്റഹിയുടെ ചില വകഭേദങ്ങൾ മാറ്റം വരുത്തിയുള്ള ട്രാൻസ്ലേഷൻ ആണെന്ന് പറയാം. 2 മസ്റഹിയത്ത് അബുൽ ഹസൻ അൽ മുഖഫൽ അത് 1850 മിലാദി. വഹിയ മുസ്തൗഹാത്ത് മിൻ അൽഫ് ലൈല വലൈലയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു രൂപമാണ്. അത് മസ്റഹിയത്തുൽ ഹസൂദ് സലീത്ത് അത് 1853. രണ്ടാമത്തെ ഈ മേഖല പ്രസിദ്ധമായ ആളാണ് അബൂ ഖലീൽ ഖബ്ബാനി, റായിദുൽ മസ്റഹിൽ അറബി. അദ്ദേഹം ഒരു റായിദാണ്. ഉലിദ ഫി ഡമസ്കസിലാണ് ജനിച്ചത്, സിറിയയിലുള്ള. يعتبر أبو خليل القباني أول من أسس مسرحا عربيا في القرن ال19 في دمشق. ഡമസ്കസിലെ 19ാം നൂറ്റാണ്ടിൽ അറബി മസ്റഹിയ സ്ഥാപിച്ച ഒന്നാമത്തെ വ്യക്തി അദ്ദേഹമായിട്ട് കണക്കാക്കപ്പെടുന്നു. വഖദിമ ഉറൂദ മസ്റഹിയത്തിൻ ഗിനാഇയ്യ വതംസീലിയാത്തിൻ അദീദ, വ്യത്യസ്തങ്ങളായ മസ്റഹിയ ഗിനാഇയ്യ, പാട്ട് ഉൾക്കൊള്ളുന്ന മസ്റഹിയകൾ, അതേപോലെ വ്യത്യസ്തങ്ങളായ ചിത്രീകരണങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. മിൻഹ അതിൽപ്പെട്ടതാണ് നാക്കിറുൽ ജമീൽ, ഹാറൂൻ റഷീദ്, ആയിദ, അഷാഹ്, മഹ്മൂദ്, أنس الجليس وغيرها. قدم رائد المسرح العربي القباني أول عرض مسرحي خاص به في دمشق عام 871 ميلادية. 1871 ഡമസ്കസിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ മസ്റഹിൽ അദ്ദേഹം തൻ്റെ ഒന്നാമത്തെ മസ്റഹി അവതരിപ്പിച്ചു. വഹിയ മസ്റഹി അഷെയ്ഖ് വദ്ദാഹ് മിസ്ബാഹ് വഖൂത്ത് അൽ അർവാഹ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മസ്റഹിയുടെ പേര്. വലാഖത്ത് ഇസ്തിഹ്സാൻ നാസി വ ഇഖ്ബാലൻ കബീറൻ, ഇത് ആളുകൾ അങ്ങേയറ്റം സ്വീകരിച്ചു, ആസ്വദിച്ചു. വതാബ അന്നാസ് അഅമാൽ ഖബ്ബാനി, പിന്നീട് ഖബ്ബാനിയുടെ വർക്കുകളെ ആളുകൾ ഫോളോ ചെയ്തു. അറൂദിഹിൽ മസ്റഹിയ, അദ്ദേഹത്തിൻ്റെ മസ്റഹിയ അവതരണത്തെയും ഫോളോ ചെയ്തു. ഫഹഖഖ നജാഹൻ കബീറൻ, വലിയ വിജയം ആ മേഖല അദ്ദേഹത്തിന് കിട്ടി. വഫി ആം 1879 മിലാദിയ 1879 അസസ അബൂ ഖലീൽ ഖബ്ബാനി ഫിർഖതഹുൽ മസ്റഹിയ, തൻ്റെ മസ്റഹിയ വിഭാഗത്തെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു. വഖദ്ദമ ഫി സനവാതിഹി അൽ ഊല حوالي 40 عرضا مسرحيا وغنائيا وتمثيليات.
ആദ്യ വർഷത്തിൽ തന്നെ അദ്ദേഹം 40ഓളം മസ്രഹകൾ അദ്ദേഹം അവതരിപ്പിച്ചു. അവ പാട്ടുള്ളവ, ചിത്രീകരണമുള്ളവയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. വൽത്തർ അബു ഖലീൽ ബിൽ ഇസ്തിആന ബി സുബിയത്തിൽ ലിഅദാഇ ദൗറിൽ ഇനാസ് ഫിൽ ബിദായ. ആരംഭഘട്ടങ്ങളിൽ പെണ്ണിൻ്റെ റോള് അവതരിപ്പിക്കാൻ ചില പെൺകുട്ടികളുടെ സഹായം അദ്ദേഹത്തിന് ആവശ്യമായി വന്നു. മിമ്മസ്തൻകറഹുൽ മഷായിഖ്, ഷെയ്ഖന്മാർ അത് വെറുത്ത സംഗതിയായിരുന്നു. ഫഷഖൗഹു ഇലാ വാലി ദിമഷ്ക്, അങ്ങനെ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് ദിമഷ്കിലെ വാലിയോട്, ഗവർണറോട് പരാതി പറഞ്ഞു. വലാഖ സുഉബാത്തിൻ ഫിൽ ബിദായ, തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അഭിമുഖീകരിച്ചു. തവഖഫ അൻ അറൂദിഹിൽ മസ്രഹിയ്യ ഇലാ ഹീനിൻ, ഒരു പരിധിവരേക്കും അദ്ദേഹത്തിൻ്റെ മസ്രഹിയ ബാൻ ചെയ്യപ്പെട്ടു, നിർത്തിവെക്കേണ്ടി വന്നു. ഔദത്തു മദഹത്ത് ബാഷ ഇല വിലായത്ത് ദിമഷ്ക്, ദമസ്കസിൻ്റെ ഗവർണർ സ്ഥാനത്തേക്ക് ഔദത്ത് മദഹത്ത് ബാഷയുടെ തിരിച്ചുവരവ്. ഹൈതു സഹല ലഹു മുതാബഅത്തൽ അമലിൽ മസ്രഹി, തൻ്റെ മസ്രഹിയ മേഖലയിലെ തുടർ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് എളുപ്പം കൂട്ടി. വഷ്തഹൽ ഖബ്ബാനി, അങ്ങനെ ഖബ്ബാനി പ്രസിദ്ധനായി. വഅറഫ ബി അറൂദിഹിൽ മസ്രഹിയൽ ജമീല, സുന്ദരമായ മസ്രഹികൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രസിദ്ധനായി. അല്ലത്തി യുഖദ്ദിമുഹ, അദ്ദേഹം സമർപ്പിച്ചു. വഹഖഖ നജാഹൻ കബീറൻ, അദ്ദേഹം വലിയ വിജയം, അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടായിത്തീർന്നു. വാളിഅൻ, അദ്ദേഹം സ്ഥാപിച്ചു അൽ ഉസസ് ലിൽ മസ്രഹിൽ അറബി, അറബി മസ്രഹിയുടെ അടിത്തറകൾ അതിലൂടെ അദ്ദേഹത്തിന് സ്ഥാപിക്കുവാൻ സാധിച്ചു. മൂന്നാമത്തെ തൗഫീഖുൽ ഹക്കീമാണ്. വലിയ തൗഫീഖുൽ ഹക്കീം അൽ മുലഖബ് ബി അബുൽ മസ്രഹിൽ അറബി, അബുൽ മസ്രഹിൽ അറബി എന്ന പേരിൽ അറിയപ്പെടുന്ന, അപരനാമത്തിൽ അറിയപ്പെടുന്ന തൗഫീഖുൽ ഹക്കീം ജനിച്ചത് ബിൽ ഇസ്കന്ദരിയ ആമൽ 898 മിലാദിയ, 1898 അലക്സാണ്ട്രിയയിലാണ്. വതൂഫിയ ബിൽ ഖാഹിറ ആം 1987 കൈറോയിലാണ് അദ്ദേഹത്തിൻ്റെ മരണവും. വഹുവ റായിദുൽ മസ്രഹി ദിഹ്ലി ഫിൽ ആലമിൽ അറബി, അറബ് ലോകത്തെ ചിന്തോദ്ദീപമായിട്ടുള്ള മസ്രഹിയുടെ റായിദായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. വകതബ ഹവാലി 100 മസ്രഹിയ്യ, ഏകദേശം 100ഓളം മസ്രഹി അദ്ദേഹം രചിച്ചു. ഇസ്തമദ ഖലായഹ മിനൽ വാഖിഇൽ ഇജ്തിമാഇ, സാമൂഹിക യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് അതിൻ്റെ ഇഷ്യൂകൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്, അല്ലെങ്കിൽ അതിനെയാണ് രൂപപ്പെടുത്തിയെടുത്തത്. വസ്സിയാസി, രാഷ്ട്രീയപരമായ വിഷയങ്ങൾ. വസ്സഖാഫി, സാംസ്കാരിക വിഷയങ്ങൾ. അൽ മുആസിർ ലഹു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള. അമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ രചനകളിൽപ്പെട്ടതാണ് ഷഹ്റസാദ്, അൽ മലിക് ഓദീബ്, അതേപോലെ ബിജമാലിയൂൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. നാലാമത്തത് സഅദുല്ലാ വന്നൂസ്, കാത്തിബൻ സൂരിയൻ, സിറിയൻ എഴുത്തുകാരനാണ്. വലിയ ഫി ഖറിയത്തി ഹസ്വീൻ ആമൽ 941 മിലാദിയ, 1941 ഹസ്വീൻ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തൂഫിയ ആം 1997 അദ്ദേഹം വഫാത്തായത്. ബഅദ സിറാഇ മഅൽ മറദ്, രോഗത്തോട് ഒരുപാട് ഏറ്റുമുട്ടിയ ശേഷം. വലഖിയതു മസ്രഹിയാത്തു സഅദുല്ലാ വന്നൂസ് ഖബൂലൻ മൽഹൂദൻ ലദൽ ജംഹൂർ, അദ്ദേഹത്തിൻ്റെ രചനകൾ വലിയ സ്വീകാര്യത പൊതുജനങ്ങളടുക്കൽ നേടിയിട്ടുണ്ട്. ഫക്കാനത്ത് തനാവൽ മവാദിഅ സിയാസിയ, രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുമായിരുന്നു. അമിൻ ബഅദി മുഅല്ലഫാത്തിഹി, ചില രചനകളാണ്. സഹറത്തു മഅബി ഖലീൽ ഖബ്ബാനി, മുനംനമാതുൻ താരീഖിയ, അഹ്ലാം ഷഖിയ, അൽ മലിക് ഹുവൽ മലിക് തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. മറ്റൊന്ന് അഹ്മദ് ഷൗഖിയാണ്. കാത്തിബുൻ വശാഇറുൻ മിസ്രിയൻ, എഴുത്തുകാരൻ, കവി, ഈജിപ്തുകാരൻ. വുലിദ ബിൽ ഖാഹിറ, 1868 കൈറോയിൽ ജനിച്ചു. വതൂഫിയ ആം 1932 അദ്ദേഹം വഫാത്തായി. വയുലഖബ് ബി അമീർ ഷുഅറ, അമീർ ഷുഅറ എന്ന ലഖബുണ്ട്. വയുറഫു ബി റായിദുൽ മസ്രഹിയത്തി ശിഅരിയ, റായിദുൽ മസ്രഹിയ ശിഅരിയ എന്ന പരനാമവും കൂടി അദ്ദേഹത്തിനുണ്ട്. അമിൻ ബഅദി അഅമാലിഹി അൽ മസ്രഹിയ ശിഅരിയ, അദ്ദേഹത്തിൻ്റെ കവിതാ നാടകങ്ങളിൽപ്പെട്ടതാണ് മസ്റഉ ക്ലിയോപേട്ര, ഖംബീസ്, അസ്സിത്ത് ഹുദ, മജ്നൂൻ ലൈല തുടങ്ങിയവയൊക്കെ. ആറാമത്തത് ജോർജ് അബിയലാണ്. ഹുവ മുമസ്സിലൻ ലുബ്നാനിയുൻ, ലബനാനിലെ ഒരു അഭിനേതാവാണ്. ഉലിദ ഫി ഖാമിസ് മായു അയാർ ആം 1880 മിലാദിയ, 1880 മെയ് 5 അദ്ദേഹം ജനിച്ചത്. എന്നാൽ മരണപ്പെട്ട തൂഫിയ ഫി 12 ഫെബ്രുവരി 1959. വഖദ് മസ്സല ഫിൽ മസ്റഹി വസ്സിനിമ, സിനിമയിലും മസ്രയിലും അദ്ദേഹം അഭിനയിച്ചു. വഖദ്ദമ അവ്വല ഫിലിം ഗിനാഇ മിസ്രി, അദ്ദേഹം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അവ്വല ഫിലിം ഗിനാഇ മിസ്രി, ഈജിപ്ഷ്യൻ പാട്ടുള്ള ഫിലിം ഗിനാഇ അദ്ദേഹം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. വക്കാൻ അവ്വലു നഖീബിൽ മുമസ്സില ഫി മിസ്ർ, മിസ്രിലെ അഭിനേതാക്കളുടെ ടീമിലെ ഒന്നാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. വദറ സഫി മഅഹദുൽ ഫുനൂനിൽ മസ്രഹിയ, മഅഹദുൽ ഫുനൂനിൽ മസ്രഹിയിലാണ് അദ്ദേഹം പഠിച്ചത്, അതായത് നാടക കലകളെ പറ്റി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അദ്ദേഹം പഠിച്ചത്. വതർജമൽ അദീദ മിനൽ മസ്രഹിയാത്തിൽ ഫറൻസിയ ലുഗത്തിൽ അറബിയ, ഫ്രഞ്ച് മസ്രഹികൾ ധാരാളം അദ്ദേഹം അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. വഖദ് കതബ ജോർജ് അബിയൽ അൽ അദീദ മിനൽ മസ്രഹിയാത്ത്, ധാരാളം മസ്രഹികൾ അദ്ദേഹം എഴുതി. വസറത്ത് ലിമാ യുഖാരിബ് 130ഓളം മസ്രഹിയ അദ്ദേഹം എഴുതി അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉൾക്കൊള്ളുന്നത് കാണാൻ പറ്റും. അതിൽ അബ്റസുഹ, പ്രഗത്ഭമായത്, പ്രസിദ്ധമായത് സലാഹുദ്ദീൻ, അതേപോലെ താജുൽ ബുന്ദുഖിയ, മലിക ഓർഷ്ലീം, അൽ ഹാക്കിം ബി അംറില്ലാഹ് തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. മറ്റേ യാക്കൂബ് സന്നോ ആണ്. ഉലിദ യാക്കൂബ് സന്നോ 1839 ഏപ്രിൽ 15 അദ്ദേഹം ജനിച്ചത്. വതൂഫിയ ഫി
മാർച്ച് 4 1912 അദ്ദേഹം വഫാത്തായത്. വഹുവ കാത്തിബൻ മിസ്രിയൻ, ഈജിപ്ഷ്യൻ എഴുത്തുകാരനാണ്. നാഖിദുൻ അദബിയുൻ, നിരൂപകനാണ്, സാഹിത്യകാരനാണ്. മഅറൂഫുൻ, അറിയപ്പെട്ടനാണ്. യുഅ്തബറു അഹദു റുവാദിൽ മസ്റഹിൽ മിസ്രി അൽ ഹദീസ്, ആധുനിക ഈജിപ്ഷ്യൻ മസ്റഹികളുടെ ലീഡറായിട്ട് അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. വസ്വിഹാഫ് അസ്സാഖിറ, പരിഹാസ രൂപത്തിലുള്ള പത്രപ്രവർത്തനം നടത്തുന്ന ആളായിട്ടും. വക്കാന ദാലിക ഫി അന്നിസ്ഫി സാനി മിനൽ ഖർനി അത്താസിഅ അശറൽ മീലാദി, അത് ക്രിസ്താബ്ദം 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലാണ് അദ്ദേഹം ആ രൂപത്തിലൊക്കെ അറിയപ്പെട്ടത്. ഉരിഫ ബി അബൂ നല്ലാറ, അബൂ നല്ലാറ എന്നുള്ള പേരിലും അദ്ദേഹം അറിയപ്പെട്ടു. വാതുലഖ അലൈഹിൽ ഖിദിയു ഇസ്മായിൽ, അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഖിദിയു ഇസ്മായിൽ അദ്ദേഹത്തെ വിളിച്ചു. ലഖബ് മുള്ളിർ മിസ്ർ, മിസ്റിലെ മുള്ളിർ എന്ന പേരിലും അദ്ദേഹത്തെ വിളിച്ചത് അൽ ഖിദിയു ഇസ്മായിലാണ്. അൻഷ ഫിർഖ മസ്റഹിയ്യ, അദ്ദേഹം ഒരു നാടക ഗ്രൂപ്പിനെ ഉണ്ടാക്കി. തഖ്ദീം മസ്റഹിയാത്തിഹി ഫിൽ ഖാഹിറ, കൈറോയിലെ തൻ്റെ മസ്റഹികൾ അവതരിപ്പിക്കാൻ. വകാനത്ത് മസ്റഹിയാത്തുഹു തുഖാമു അലാ മസ്റഹി ഖാഅത്തിൽ ഉസ്ബക്കിയ, ഉസ്ബക്കിയ എന്ന എന്നൊരു ഹാള് ഉദ്ദേശിക്കുന്ന ഇവിടെ തിയേറ്റർ, ആ തിയേറ്ററിലാണ് അദ്ദേഹത്തിൻ്റെ മസ്റഹികളൊക്കെ ഉണ്ടായിരുന്നത്. വഖലാഖദ് നജാഹൻ ജമാഹിരിയൻ കബീറൻ, വലിയ പൊതുജന സമ്മതി, അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു സ്വീകാര്യത ലഭിച്ച അങ്ങനെ വിജയം നേട്ടങ്ങൾ നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ഹത്താ ഇന്നൽ ഖിദിയു ഇസ്മായിൽ തലബ മിൻഹു, എത്രത്തോളം ഖിദിയു ഇസ്മായിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അർല മസ്റഹിയാത്തി ഫിൽ ഖസ്ർ, കൊട്ടാരത്തിൽ തന്നെ നാടകങ്ങൾ അവതരിപ്പിക്കണമെന്ന്. വഅല്ലഫ യാഖൂബ് സന്നു അൽ അദീദ് മിനൽ മസ്റഹിയാത്ത്, ധാരാളം മസ്റഹികൾ അതിനെ രചിച്ചു. മിൻഹ മാ യഅതി, അതിൽപ്പെട്ടതാണ് മുള്ളിർ മിസ്ർ വമാ യുഖാസിഹി, ബൂർസ മിസ്ർ, അൽ അലീൽ, അബു റൈദ അൽ ബർബരി, വമഅശൂഖത്തുഹു കഅബ് അൽ ഖൈർ, അസ്സദാഖ, അൽ അമീർ അൽ ഇസ്കന്ദ്രാനിയ, മദ്രസത്തുൻ നിസാ അൽ ബഖീൽ, മഖാലിബ് സക്കാബാൻ തുടങ്ങിയവയൊക്കെ. 8ാമത്തെ യൂസുഫ് ഇദ്രീസ്. യൂസുഫ് ഇദ്രീസ് 1927 മെയ് 19 യൂസുഫ് ഇദ്രീസ് ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് ഓഗസ്റ്റ് 1 1991. വഹുവ റിവായിയൻ മിസ്രിയൻ, മിസ്രിലെ ഒരു നോവലിസ്റ്റാണ്. വകാത്തിബൻ ഖിസസിയൻ വമസ്റഹിയൻ, മസ്റഹിയ കഥ ഇതൊക്കെ എഴുതുന്ന എഴുത്തുകാരനാണ്. ബദഅ നശ്റഉ ലി കിതാബാതിഹി വഹുവ ഫീ സനവാതിഹിൽ ജാമിഇയ്യ, യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലഘട്ടത്തിലാണ് തൻ്റെ ആദ്യത്തെ രചനകൾ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയത്. വഫി ആം 1954 സദറത്ത് മജ്മുഅത്തുഹു അൽ ഖിസസിയ്യ, തൻ്റെ കഥാസമാഹാരം പുറത്തിറക്കി, അർഖസ് ലയാലി എന്ന പേരിൽ. വബഅദഹ ബദഅ കിതാബത്ത് അൽ ഖിസസ് വൽ റിവായാത്ത്, അതിനുശേഷം കഥകൾ എഴുതി, നോവലുകൾ എഴുതി. ഇല അൻ അസ്ബഹത്ത് കിതാബത്തുഹു അഅമാലൻ മസ്റഹിയ്യ വസിനിമഇയ്യ, എത്രത്തോളം അദ്ദേഹം എഴുതിയ കഥകൾ പിന്നീട് മസ്റഹിയകളും സിനിമകളുമായി മാറി. മസ്റഹിയ നമ്മൾ പറഞ്ഞ ഡ്രാമകളും സിനിമയും. വമിൻ അഹമ്മി മസ്റഹിയാത്ത് അല്ലത്തി അല്ലഫഹ യൂസുഫ് ഇദ്രീസ്, യൂസുഫ് ഇദ്രീസ് എഴുതിയ ഏറ്റവും പ്രഗൽഭമായ മസ്റഹിയിൽപ്പെട്ടതാണ് മായ ഇത്തി. ഒന്ന് മലിക്കുൽ ഖുത്ൻ, അൽ ലഹ്ല, അൽ ഹർജ, അൽ ഫറാഫീർ, അൽ മുഹ്സല, അൽ അർദിയ, അൽ ജിൻസു സാലിസ്, അൽ ബഹ്ലവാൻ, ഇതൊക്കെ അദ്ദേഹം എഴുതിയ മസ്റഹികളാണ്. ഇനി ഈ പാഠത്തിൽ പഠിച്ചത് അൽ മസ്റഹിയ ജിൻസുൻ അദബിയുൻ യർവി ഖിസ്സതൻ മിൻ ഖിലാലി ഹദീസി ശഖ്സിയാതിഹ വഅഫ്ആലിഹിം. മസ്റഹിയ എന്ന് പറഞ്ഞാൽ അതൊരു ജിൻസുൻ അദബിയുൻ, ഒരു സാഹിത്യ കലാരൂപമാണ്. യർവി ഖിസ്സതൻ, ഒരു കഥ അത് അവതരിപ്പിക്കും. മിൻ ഖിലാലി ഹദീസി ശഖ്സിയാതിഹ, ആ കഥയിലെ കഥാപാത്രങ്ങളുടെ സംസാരങ്ങളിലൂടെ വഅഫ്ആലിഹിം, അവരുടെ പ്രവർത്തനങ്ങളിലൂടെയും. അൽ മസ്റഹിയത്തു ഫന്നുൻ ദഖീലുൻ ഫിൽ അദബിൽ അറബി, അതോടൊപ്പം മസ്റഹിയ എന്നുള്ളത് അറബി സാഹിത്യത്തിലേക്ക് കടന്നു വന്ന ഒരു കലാരൂപമാണെന്ന് പറയാം. ഗിയാബുൽ മസ്റഹിയ ഫി തുറാസിൽ അദബിൽ അറബി, അറബി സാഹിത്യ ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പൈതൃകങ്ങളിൽ മസ്റഹിയ ഇല്ല എന്നുള്ളത് യഊദു സബബുഹ ഇല ആമിലൈൻ റഈസിയൈൻ, പ്രധാനമായ 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയാൻ പറ്റും. ഒന്ന് അൽ ആമിലുദ്ദീനി, മതപരമായ കാരണം, മറ്റൊന്ന് അൽ ആമിലുൽ ഫന്നി, കലാപരമായ കാരണം. ലുബ്നാൻ എടുത്താൽ അവ്വലു ബലദിൻ നശഅ ഫീഹൽ മസ്റഹിയ അൽ അറബിയ, അറബി മസ്റഹിയ ഉണ്ടായിട്ടുള്ള ഒന്നാമത്തെ രാജ്യം. മാറുൻ നിഖാഷ് എടുത്താൽ അബുൽ മസ്റഹിയ അൽ അറബിയ, അറബി മസ്റഹിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അൽ ബഖീൽ എടുത്താൽ അവ്വലു മസ്റഹിയ അറബിയ, ഒന്നാമത്തെ അറബി മസ്റഹിയാണ്. സലീമുൻ നിഖാഷ് എടുത്താൽ മസ്റഹിയാത്തുഹു, അദ്ദേഹത്തിൻ്റെ മസ്റഹിയ മീ എന്നുള്ളതും ആയിദ അൽദുലൂം ദഅജ എന്നുള്ളതും. അഹ്മദ് അബു ഖലീൽ ഖബ്ബാനി എടുത്ത റായിദുൻ, അദ്ദേഹം ലീഡറാണ്. എന്നിൻ്റെ റായിദുൽ ഓബെറ അല്ലെങ്കിൽ ബാലിയ അൽ അറബിയ എന്ന് പറയാം. ഫി മിസ്ർ, ഈജിപ്തിൽ അൻഷ അൽ ഖിദിയു ഇസ്മായിൽ ഓബ്ര അൽ മലക്കിയ, തൻ്റെ നാടക അവതരണത്തിന് വേദിയായിട്ട് ഒപേറ അൽ മലക്കിയ എന്ന പേരിൽ ഖിദിയു ഇസ്മായിലാണ് ഈജിപ്തിൽ സ്ഥാപിച്ചത്. അഹ്മദ് ഷൗഖി റായിദുൽ മസ്റഹിയ അശ്ശിഅരി അൽ അറബിയ, അറബി കവിത മസ്റഹിയുടെ ലീഡറാണ്. മസ്റഹിയാത്തുഹു മസ്റഹു ക്ലിയോപേട്ര, മജ്നൂൻ ലൈല. മീഖായിൽ ഉഈം എടുത്താൽ മസ്റഹിയത്തുഹു അൽ ആബാഉ വൽ ബനൂൻ. തൗഫീഖ് അൽ ഹക്കീം മിൻ മസ്റഹിയാത്തിഹി, തൗഫീഖ് അൽ ഹക്കീം മസ്റഹിയാണ്. ഷഹ്റസാദ്, അൽ മലിക് അദീബ്, ബിജമാലിയൂൻ. സഈദുല്ലാഹ് വന്നൂസ് എടുത്താൽ മിൻ മസ്റഹിയാത്തിഹി അഹ്ലാം ഷഖിയ, അൽ മലിക് ഹുവൽ മലിക്. ജോർജ് അബിയദ് എടുത്താൽ
കതബ മസ്രഹിയാത്ത്, അദ്ദേഹം മസ്രഹികൾ എഴുതി. വതർജമ അൽ-അദീദ് മിനൽ മസ്രഹിയാത്ത് അൽ-ഫറൻസിയ്യ ഇലാ അറബിയ്യ, ധാരാളം ഫ്രഞ്ച് മസ്രഹിയ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. യഅഖൂബ് സന്നുഇ തആല അൽഖാബുഹു, ഇതിന് ഒരുപാട് ലഖബുണ്ട്. അബൂ നല്ലാറ, മുള്ളീർ മിസ്ർ, അദ്ദേഹത്തിൻ്റെ മസ്രഹികളാണ് മുള്ളീർ മിസ്ർ വമാ യുഖാസിഹി, ബോർസ മിസ്ർ, അൽ അലീൽ. യൂസുഫ് ഇദ്രീസ് എടുത്താൽ മിൻ മസ്രഹിയാത്തിഹി മലിക്കുൽ ഖുത്ൻ, അൽ ഫറാഫീർ, അൽ ജിൻസു സാലിസ്. ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. മാ ഹിയൽ മസ്രഹിയ, എന്താണ് മസ്രഹിയ? മൻ ഹുവ മുഅസ്സിസുൽ മസ്രഹിയ ഫിൽ അറബിയ്യ, അറബി സാഹിത്യത്തിലെ മസ്രഹിയുടെ സ്ഥാപകൻ ആരാണ്? മൻ ഹുവൽ മഅറൂഫ് ബി അബിൻ നല്ലാറ, അബുൽ നല്ലാറ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? മൻ ഹുവ റായിദുൽ മസ്രഹിയ അൽ അറബി അൽ ഹദീസ, ആധുനിക അറേബ്യൻ മസ്രഹിയുടെ ലീഡർ ആരാണ്? മൻ ഹുവ അബുൽ മസ്രഹിയ ദിഹ്നിയ, അബുൽ മസ്രഹിയ ദിഹ്നിയ ആരാണ്? ബുദ്ധിപരമായ മസ്രഹിയുടെ. മൻ കതബ അവ്വലൻ അൽ മസ്രഹിയ അശ്ശിഅരിയ ഫിൽ അറബിയ്യ, അറബി സാഹിത്യത്തിൽ ആദ്യമായി അൽ മസ്രഹിയ അശ്ശിഅരിയ കവിതാ മസ്രഹികൾ രചിച്ചത് ആരാണ്? മനില്ലദി യുറഫ് ബിലഖബി മുള്ളീർ മിസ്ർ, മുള്ളീർ മിസ്ർ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? ഉദ്കുർ ഇസ്നൈനി മിൻ മസ്രഹിയത്ത് അഹ്മദ് ഷൗഖി, അഹ്മദ് ഷൗഖിയുടെ 2 മസ്രഹികൾ പറയുക. മൻ കതബ മസ്രഹിയത്ത് ഷഹ്റസാദ്, ഷഹ്റസാദ് എന്ന മസ്രഹിയ രചിച്ചത് ആരാണ്? ഇല അയ്യി ബലദി യൻതമി സഅദുല്ലാഹ് വന്നൂസ്, സഅദുല്ലാഹ് വന്നൂസ് ഏത് നാട്ടിലേക്കാണ് എത്തിച്ചേരുന്നത്? ഇതോടുകൂടെ ഈ ചാപ്റ്ററുടെ അവസാനിക്കുകയാണ്. ബ്ലോക്ക് 1 അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.